ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. യുവതി കുട്ടിയെ കൈമാറിയത് മരിച്ച ശേഷമാണെന്ന് യുവാവ് മൊഴി നൽകി. പെൺകുഞ്ഞിനെയാണ് കുഴിച്ചിട്ടത്. പ്രസവം നടന്നത് പുലർച്ചെ 1:30ഓടെയാണെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പ്രസവശേഷം കാമുകനെ പൂച്ചാക്കലിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കുഞ്ഞിനെ കൈമാറിയതെന്നും യുവതി പറഞ്ഞു. രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് ആൺസുഹൃത്തുമായി യുവതി അടുക്കുന്നത്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴും ഈ ബന്ധം തുടർന്നു. നിലവിൽ യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ അധികൃതരുടെ പരാതിയിലാണ് യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ ആലപ്പുഴയിലെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചതായാണ് യുവതി ആദ്യം മൊഴി നൽകിയത്. പോലീസ് അന്വേഷണത്തിലാണ് യുവതിയുടെ മൊഴി കളവാണെന്ന് കണ്ടെത്തിയത്. ഇതോടെയാണ് കാമുകന് കുട്ടിയെ കൈമാറിയതായി യുവതി മൊഴി നൽകിയത്. കേസിൽ നിലവിൽ 2 പേർ കസ്റ്റഡിയിലാണെന്നും പെൺകുട്ടി നിരീക്ഷണത്തിലാണെന്നും SP ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി. തോമസ് ജോസഫ്, അശോക് ജോസഫ് എന്നിവരെയാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതി തോമസ് ജോസഫുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൊല്ലനാടി പാടശേഖരത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ മാസം 8-ാം തീയതിയാണ് യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 7-ാം തീയതിയാണ് ഇവർ കുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നാലെ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുകയായിരുന്നു. ആശുപത്രി അധികൃതർ കുഞ്ഞിനെ തിരക്കിയപ്പോൾ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചു എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടതാണെന്ന വിവരം പുറത്തുവരുന്നത്.